ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ കുക്കിംഗ് ഗ്യാസ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവാതിരിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മാസം 1.5 മാസമൊക്കെ വരെ മാത്രം നിൽക്കുന്ന ഗ്യാസൊക്കെ നമുക്ക് ഒരു 4 മാസം വരെയെങ്കിലും സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നോക്കാം. ആദ്യമായിട്ട് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ ബർണറാണ് നമ്മളെപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കേണ്ടത്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അതിൽ ചെളിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു പിന്നുകൊണ്ടൊക്കെ കുത്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നമ്മളെപ്പോഴും വെക്കണം. അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഫ്ലെയിം അധികം കിട്ടില്ല, പക്ഷേ ഗ്യാസ് ഒരുപാട് പോവും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ക്ലീൻ ആക്കി വെക്കണം. അടുത്തതായിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പാർ പോലത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കുക്കറിൽ വെജിറ്റബിൾസും വേവിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ചോറ്റുപാത്രം, അതായത് മൂടിയുള്ളൊരു പാത്രം, ചെറിയ പാത്രത്തിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇങ്ങനെ ഈ ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപ്പ് വേവുന്ന സമയം കൊണ്ട് തന്നെ വെജിറ്റബിൾസും വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഏത് പാത്രമായാലും അതിലെ വെള്ളത്തോടു കൂടി ഗ്യാസ് സ്റ്റവിലേക്ക് വെക്കാതെ അതിൻ്റെ വെള്ളം നല്ലപോലെ, ആ ഒരു പാത്രത്തിലെ വെള്ളം അല്ലെങ്കിൽ ആ ഒരു പാനോ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ വെള്ളം നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം സ്റ്റവിലേക്ക് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു വെള്ളം ഡ്രൈ ആവാൻ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് പോവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു അടിപൊളി ഗ്യാസ് സേവിങ് മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ മുട്ടക്കറി വെക്കുകയാണെങ്കിൽ ഗ്യാസും ലാഭമാണ്, നമ്മുടെ സമയവും ലാഭമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള തക്കാളി അരിഞ്ഞതും, നിങ്ങൾക്ക് എത്രയാണോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ആ ഒരു വലിപ്പത്തിലുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. എത്ര മുട്ടയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് സാധാരണ നമ്മൾ ഒരു 2 വിസിലോ 3 വിസിലോ അടിച്ചാൽ തന്നെ നമ്മുടെ മുട്ടയും പുഴുങ്ങി കിട്ടും. അതുപോലെ ഇതിലേക്കുള്ള മസാലയും റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു മുട്ട തോട് പൊളിച്ചിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ സിമ്പിൾ മുട്ടക്കറി റെഡി. നമ്മുടെ ഗ്യാസും ലാഭമാണ്, സമയവും ലാഭമാണ് കേട്ടോ. പിന്നെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ കടലയോ പയറൊക്കെ നമ്മൾ കുക്കറിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ പുട്ടുകുറ്റി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കടലയും വെന്ത് കിട്ടും. അതുപോലെ തന്നെ പുട്ടും പഴമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുമിച്ച് സ്റ്റീം ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുമിച്ച് ആവി കയറ്റുകയാണെങ്കിൽ പഴം നമ്മൾ വേറെ പുഴുങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. പുട്ടുപൊടിയുടെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന അതുപോലെ തന്നെ പഴം അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് സേവ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ പാനിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് നമുക്ക് പോയി കിട്ടും. അതിന് പകരം കുറച്ച് വലിയ പാനാണെങ്കിൽ 3-4 ഒക്കെ കൊള്ളുന്ന ഇതുപോലത്തെ പാനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് അങ്ങനെ സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് നമുക്ക് 6 മാസം വരെ, 1 മാസം വരെ അല്ല 6 മാസം വരെ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.